ഉണ്ട് കേട്ടോ, ഇതതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് പൊസിഷൻ ശരിയല്ല. ഇപ്പം ആ വിഗ്രഹത്തിൻ്റെ നേരെ അല്ല ഇരിക്കുന്നത്, ഈ വേരെടുത്ത് കളഞ്ഞതാണ്. വിഗ്രഹത്തിൻ്റെ ഇപ്പം ഇരിക്കുന്ന പ്രതിഷ്ഠയുടെ സ്ഥാനത്തല്ല ഇതിരിക്കുന്നത്. ഒന്നുകിൽ അതിന് മാറ്റം സംഭവിച്ചു, ഇതിനെന്തായാലും മാറ്റം സംഭവിച്ചില്ല, കാരണം വേര് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ആരും ഇത് തുറന്നിടക്കുന്ന ആരും അകത്ത് കയറി വിളക്ക് കൊളുത്താറില്ല. ഇവിടെ പുറത്ത് നിന്ന് വിളക്ക് കൊളുത്താറേ ഉള്ളൂ. പോയിട്ട് മാത്രമേ അതിനകത്ത് കയറി വിളക്ക് കൊളുത്താറുള്ളൂ. അത് മേൽക്കൂര ഇല്ലെങ്കിലും സങ്കല്പം അങ്ങനെ ആയതുകൊണ്ട് ബാക്കിയുള്ള എല്ലാം അതാണ്. തൽക്കാലം ആരെങ്കിലും വരുന്നെങ്കിൽ ഇവിടെ വിളക്ക് കൊളുത്താണെങ്കിൽ. പിന്നെ ഇതെല്ലാം ഇവിടെയുള്ള നമ്മുടെ നാട്ടുകാർ പലരായിട്ട് സംഭാവന ചെയ്താണ് ഈ വിളക്കുകളൊക്കെ തന്നെ. പ്രതിഷ്ഠ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എൻ്റെ കണക്ക് പറയാൻ ഒരു 120 കൊല്ലത്തിന് മുമ്പ് എൻ്റെ അമ്മ ഇരുന്നുകൊണ്ടായിരുന്ന സമയത്തും ഈ കണ്ടീഷൻ ആയിരുന്നു അമ്പലത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ. ഈ തൂണുകളിലെല്ലാം കണ്ട് ആനയുടെയും മറ്റുമൊക്കെ ശില്പങ്ങളൊക്കെ, എന്തൊക്കെ ശില്പങ്ങളുണ്ട്, പലതിനും പല ഭാഗത്തെ ശില്പങ്ങളെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൂണുകൾ തന്നെ ഈ ഭാഗത്തിരിക്കുന്നത്, ഇതെല്ലാം ഇതിനടിക്കായിപ്പോയി. ഈ തൂണിൻ്റെയൊക്കെ ഈ വേരിൻ്റെ അടിക്ക് തൂണുകളിൻ്റെ ഭാഗമല്ല വാരി വെച്ചിരുന്നത്, എല്ലാം വേര് പിടിച്ചെടുത്ത്. ഇതൊക്കെ നേരെ നിരപ്പായിട്ട് കിടന്നാണ്, ഇതെല്ലാം എടുത്ത് കളഞ്ഞാണ് ഈ വേര്. ആദ്യകാലത്ത് ഇതെല്ലാം ശരിക്കും ചതുരക്കൂട്ടായിട്ടിരുന്നാണ്. ഈ വേരാണ് ഈ ഓരോ ഭാഗങ്ങളും മറിച്ച് എല്ലാ കല്ലുകളും ഇനിയും മറിഞ്ഞു പോകാനാണ് സാധ്യത. അതുപോലെ ഈ വേരിൻ്റെ അതുകൊണ്ട് ഞങ്ങൾക്ക് കിണറിലെല്ലാം വെള്ളം കുറവാണ്. ആലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പരമാവധി വെള്ളം വലിച്ചെടുക്കും. ഏതാണ്ട് കിലോമീറ്ററോളം അതിൻ്റെ വേരുകൾ സഞ്ചരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രദേശത്തുള്ള കിണറുകളെല്ലാം വെള്ളം കുറയാൻ ഒരു കാരണം ഇതിൻ്റെ ഒരു പടർച്ച തന്നെയാണ്. ദേവീ ക്ഷേത്രങ്ങളിൽ സാധാരണ കാണുന്ന മാടനാണ്. മാടൻ്റെ കഥയൊക്കെ നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുണ്ടോ, മാടനെ അവിടെ ഇരുത്തിക്കുന്നത് കാണാൻ കഴിയും. ദേവീ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ മാടൻ ഉറപ്പായിട്ട് ഇവിടെ കണ്ടിരിക്കും. കൂന്തല്ലൂർക്കാവ് വനദുർഗ ദേവി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഇത് ആദ്യകാലത്ത് പൂർണ്ണ രൂപത്തിലുണ്ടായിരുന്ന ക്ഷേത്രമാണെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പൊളിഞ്ഞു പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അടർന്ന കുറ്റികളും ഇത് ചുഴികുറ്റി കഥവുകളും ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ അവിടെ കാണുന്ന അത് ഒരു പക്ഷേ മേൽക്കൂരയുള്ള ഭാഗമായിരിക്കാം, രണ്ട് ഭാഗവും. ഇപ്പോൾ അത് പിന്നെ കളമെഴുത്തിനും പാട്ടിനുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ തീർത്ഥജലം ഒഴുകാനായിട്ട് പുറത്തെ ബഹിർഗമന നാളിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് രണ്ടിൻ്റെ പൊസിഷൻ ശരിയല്ല. ഈ മരം വളർന്ന് അതിൻ്റെ ആ ഭാഗമൊക്കെ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രതിഷ്ഠ ഉണ്ടായിരുന്നെന്നാണ് അതുകൊണ്ടുള്ളവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനകത്തൊന്നുമില്ല. എന്ത് പ്രതിഷ്ഠ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ദേവീക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സ്വയംഭൂവാണെന്ന് അത് കാരണം ഐതിഹ്യങ്ങൾ പലതാണ്. ഇപ്പം പറഞ്ഞു കേൾക്കുന്നതെന്ന് പറയുന്നത് ദേവി പിന്നെ പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളെല്ലാം ദേവികളുടെ സഞ്ചാര വിശ്രമ സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങളായിട്ട് മാറിയെന്ന് പറയും. അക്കരെ അമ്പലത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കാവ് കണ്ട് ഇവിടെ ഇരുന്ന് വിശ്രമിച്ചുവെന്നും അതിനുശേഷമാണ് അക്കരെ പോയതെന്നും. പക്ഷെ അവിടെ സത്യത്തിൽ മഹാവിഷ്ണുവിൻ്റെ ബാല അവതാരമാണ്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ ദേവി വിശ്രമിച്ച സ്ഥലമാണ് എന്ന് വിശ്വസിക്കുന്നു വനദുർഗാദേവി. വനദുർഗാദേവി ക്ഷേത്രങ്ങളെല്ലാം തന്നെ പണ്ട് കാടുകളിലായിരുന്നു. അപ്പോൾ ഇതും പണ്ട് നല്ലൊരു കാവായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. ദുർഗാദേവി ക്ഷേത്രങ്ങൾക്ക് സാധാരണ രീതിയിൽ പിന്നെ ബിംബമുണ്ടോ എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ ബിംബം ഇരിക്കത്തക്ക ഉള്ള ഒരു സ്ഥലം കാണുന്നുണ്ട്. അതിൽ നിന്ന് തീർത്ഥം ഒഴുകാനുള്ള ചാലും കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒരു വിധത്തിലും പറയാനൊക്കാത്തൊരവസ്ഥയാണ്. കാരണം പഴമക്കാരായിരുന്നു ജീവിച്ചിരിപ്പില്ല. പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. അടുത്ത് ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായി എന്തൊരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ചുഴിക്കുറ്റി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ്ട് കേട്ടോ, ഇതൊരു ചുഴിക്കുറ്റിയാണ് കേട്ടോ. അന്നേരം ഇതിലെ കൂടെ ഒരു ചെറിയ വരാന്തയായിരിക്കും. അതോടു കൂടി തന്നെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് നേരത്തെ മരം വീണ് തകർന്നു പോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പുതിയതായിട്ട് കെട്ടിയതാണ്. അത് കണക്ക് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട് ചുഴിക്കുറ്റി. അപ്പുറം ഇപ്പുറം 2 വാതിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പാറയാണ്, ഒരു കുന്നിൻ പ്രദേശമാണ് നമ്മൾ ഈ നിൽക്കുന്ന ക്ഷേത്രം നിൽക്കുന്നത് കേട്ടോ. ചുഴിക്കുറ്റിയുടെ ഏതോ ഒരു ഭാഗം ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അന്നേരം നിലവിൽ ഈ കാണുന്ന ക്ഷേത്രം പണിഞ്ഞപ്പോൾ ഇവിടെ പാറ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ പാറയൊന്നും പൊട്ടിച്ചല്ല ഈ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. പുറമേ നിന്ന് എവിടുന്നോ കൊണ്ടുവന്ന പാറയൊക്കെ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം കെട്ടിയിരിക്കുന്നത്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പാറ പൊട്ടിച്ചെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു കിണറുണ്ട്, കാണാൻ കഴിയും. പക്ഷേ അത് കുറച്ച് ദൂരെയാണ്. അതും തന്നെ പാറ കൊണ്ട് നിർമ്മിച്ചിട്ട് കിണറാണ്. ഒരു നടവഴിയാണ്. ഇവിടെയും പാറ കൊണ്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഒരു മാടൻ സ്ഥലം. ദേവീ ക്ഷേത്രങ്ങളിൽ സാധാരണ കാണുന്ന മാടനാണ്. മാടൻ്റെ കഥയൊക്കെ നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുണ്ടോ, മാടനെ അവിടെ ഇരുത്തിക്കുന്നത് കാണാൻ കഴിയും. ദേവീ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ മാടൻ ഉറപ്പായിട്ട് ഇവിടെ കണ്ടിരിക്കും. അങ്ങനെ ഒരു മാടൻ്റെ ഒരു പ്രതിഷ്ഠ അവിടെ കാണാൻ കഴിയും. മാടൻ പാർവതിയുടെ പുത്രനാണ് മാടൻ എന്ന് പറയുന്നത്. ദേവി
നമ്മൾ ആ കാണുന്ന ആൽമരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 100-150 വർഷത്തിനകത്ത് 100 50 താഴെ 50 താഴെ ഉള്ളേ. ഓക്കെ 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 ഞാനിവിടെ വിവാഹം കഴിക്കുമ്പോൾ 40 വർഷമേ ആയുള്ളൂ. ഓക്കെ അന്ന് എനിക്ക് പറിച്ചു കളയാൻ വെള്ളം കൊണ്ട് പറിച്ചു കളയാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. ആയിരുന്നില്ലേ? ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അന്നേരം ഇവിടെ പറഞ്ഞു വരുന്നത് ഏകദേശം 50 വർഷത്തിനകത്ത് മാത്രം പഴക്കം ചെന്നൊരു ആൽമരമാണ് ആ കാണാൻ കഴിയുന്നത്. കാരണം നമുക്ക് അവിടെ കാണുന്ന അവിടെ നേരത്തെ ഒരു ശ്രീകോവിൽ പോലെ എന്തെങ്കിലും കാണാം. പക്ഷേ ഇപ്പോഴും പൂജ ചെയ്യുന്നത് തിരുമേനി മാത്രമേ അകത്ത് കയറും, പുറമേ നിന്നുള്ള ആൾക്കാർ അകത്ത് കയറാറില്ല എന്നാണ് പറയുന്നത്. അതും ശ്രീകോവിലിൻ്റെ ആ ഭാഗത്ത് ചുറ്റിനും കാണാൻ കഴിയുന്നത് നമുക്ക് കല്ലുകളാണ്, പാറ കൊണ്ട് നിർമ്മിച്ച കല്ലുകളാണ് കാണാൻ കഴിയുന്നത്. നിലം മുഴുവനും പാറയാണ്. ചിലപ്പം എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രം പൊളിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പാറയൊക്കെ നിലത്തിട്ടേക്കുമായിരിക്കും. അത് ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയാൻ വയ്യ. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇത് 2 തൂണുകളായിരുന്നു, പക്ഷേ അത് പിന്നീട് എടുത്ത് ഇവിടെ വെച്ചാണ്. ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തൂണുകളായിരിക്കാം, അത് തകർക്കപ്പെട്ടു, അതൊക്കെ പൊട്ടിപ്പോയേക്കുവാണ്. അതിൻ്റെ കുറേ പീസുകളൊക്കെ ഇത് അവിടെയും കിടക്കുന്നത് കാണാൻ കഴിയും. ഏതാണ് യക്ഷി? ഇതാണ് യക്ഷി സങ്കല്പമാണ് കേട്ടോ. അവിടെ ഇതാണ് പാറ കൊണ്ട് നിർമ്മിച്ചാണ്. ഇപ്പോൾ ഒരു പായലൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി. ഓ, അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ. ആ ഒരു കല്ല് അതിനകത്തൊരു കുഴി ഉണ്ടാക്കി അതിനകത്താണ് ഒരു കല്ലിറക്കി വെച്ചിരിക്കുന്നതാണ് പറയുന്നത്, ആ ഒരു പ്രതിഷ്ഠ വെച്ചേക്കുന്നത്. ക്ഷേത്രത്തിന് നീളവും കൂടുതൽ വീതി കുറവുമാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്താണ് ആല്, ഞാൻ പറഞ്ഞ 50 വർഷത്തോളം പഴക്കം ചെന്ന ഒരാലാണ്. നേരത്തെ ഇവിടെ എൻ്റെ ഭാഗങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എല്ലാം നശിച്ച് എൻ്റെ വേരൊക്കെ മൂടി കിടക്കുകയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന ചിലപ്പോൾ ഇതിന് മുകളിൽ നിന്ന് തെള്ളി ഇങ്ങോട്ട് ഇട്ട പാറകളായിരിക്കും ഈ കാണുന്നത്, എൻ്റെ മതിലായിരിക്കും ഈ കാണുന്നതൊക്കെ. അതിന് വീതി കുറവും നീളം കൂടുതലും. 10 അടി വീതി 20 അടി നീളം. അതെ, ശ്രീകോവിലിനൊരു സ്ക്വയറായിട്ടാണ് നിൽക്കുന്നത് ചിലപ്പോൾ കാണാൻ കഴിയുന്നത്. ശിവക്ഷേത്രമായിരുന്നു. ഇത് ശിവലിംഗം തകർത്തതായിരിക്കാനാണ് സാധ്യത.